കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് പുളുങ്കുന്ന് വലിയ പള്ളി. ചമ്പക്കുളം പള്ളിയിൽ നിന്നും വേർതിരിഞ്ഞ് 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. ഞാനിപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. വ്യക്തിപരമായി ഈ പള്ളിയോട് എനിക്ക് പ്രത്യേകമായൊരു ബന്ധമുണ്ട്. കാരണം കണ്ണാടിയാണ് എൻ്റെ ജന്മദേശം. പഠിച്ചതെല്ലാം പുളുങ്കുന്നിലാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് കണ്ണാടിയിൽ നിന്ന് നടന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നും ഈ പള്ളിയിൽ കയറി പ്രത്യേകിച്ച് പിയത്ത രൂപത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയോട് ചെറുപ്പം മുതലേ വലിയൊരു ആഭിമുഖ്യമുണ്ടായിരുന്നു. ഈ ദേശത്ത് വീണ്ടും അങ്ങനെ വരാനും ശുശ്രൂഷ ചെയ്യാനും ഭാഗ്യം ലഭിച്ച ഒരു അനുഗ്രഹമായി കാണുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പേരിലുള്ള ഈ ദേവാലയം 1557 സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. അവസാനത്തെ കൽദായ മെത്രാൻ മാർ അബ്രഹാത്തിൻ്റെ സമയത്ത് പണി കഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഈ പള്ളിക്കെട്ടിടം അതിൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ടും കാണുന്നത് 1888 കാലയളവിൽ ആണ് പണി കഴിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. ശ്രാമ്പിക്കൽ ഗീവർഗീസച്ചനാണ് 15 വർഷത്തോളം ഇവിടെ ശുശ്രൂഷ ചെയ്ത് 8 വട്ടം പൂർത്തിയാക്കിയത്. എന്നാൽ അതിൻ്റെ ഹൈക്കലയുടെ ഭാഗം ആദ്യ പള്ളിയുടെ ഭാഗം തന്നെയായിരുന്നു എന്നും അതുപോലെ പള്ളിയുടെ പല ഭാഗങ്ങൾ പഴയ പള്ളിയുടെ ഭാഗങ്ങളുടെ അടിത്തറയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പണിതു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അന്ന് മാക്കിൽ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന പുരക്കിലച്ചൻ തൃശ്ശനാപ്പള്ളിയിൽ നിന്നും ഇതിൻ്റെ സ്കെച്ച് കൊണ്ടുവന്നതായിട്ടുമൊക്കെ പറയുന്നു. ഇന്ന് കേരളത്തിലെ പള്ളികളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പള്ളികളിലൊന്നാണ് പുളുങ്കുന്ന് പള്ളി. അതിൻ്റെ പ്രത്യേകമായ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള അതിൻ്റെ ശൈലികളെല്ലാം വളരെ കീർത്തി നേടിയിട്ടുള്ള കാര്യമാണ്. ഈ ദേവാലയം ത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇന്നും ഒരുപാട് സിനിമകൾക്കുമെല്ലാം ഒരു വേദിയായിട്ടുണ്ട്. പള്ളിയുടെ പരിസരവും പള്ളിയുടെ മുഖവാരവുമില്ല. പള്ളിയുടെ മുഖവാരം യഥാർത്ഥത്തിൽ പണി കഴിപ്പിക്കുന്നത് പിന്നീട് സ്കറിയ വാച്ചാപറമ്പിലച്ചനാണ്. ഈ പ്രദേശം അങ്ങനെ പ്രത്യേകമായിട്ടും ഇവിടെ ദേവാലയങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കുരിശുപള്ളി ആയിരുന്ന സ്ഥലത്താണ് പിന്നീട് 1866 തന്നെ ആരംഭിച്ചു CMI മോണസ്ട്രി. 1966 അവിടെ ദേവാലയപ്പണി പൂർത്തിയായത്. ചാവറപ്പിതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുപോലെ അത് മാന്നാനം സെമിനാരിയുടെ എക്സ്റ്റൻഷനായിട്ട് വന്നു. 1899 കർമ്മലിത്ത മഠം ഇവിടെ ആരംഭിച്ചു. 1898 മോണസ്ട്രിയോട് ചേർന്ന് CMI മോണസ്ട്രിയോട് ചേർന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. പിന്നീട് അത് 1928 ഹൈസ്കൂളായി മാറിയത്. 1927 ഗേൾസ് സ്കൂള് ആരംഭിച്ചു, ലിറ്റിൽ ഫ്ലവർ സ്കൂള്. അത് വളരെ പ്രസിദ്ധി ആർജിച്ച സ്കൂളായിരുന്നു. പിന്നീട് 1940 അതും ഹൈസ്കൂളായി മാറി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ കീർത്തി ആർജിച്ച സ്ഥാപനങ്ങളൊക്കെ ഈ പള്ളിയോട് ചേർന്ന് ഉണ്ടായിരുന്നു. സെൻറ്റ് മാർട്ടിൻ ചാപ്പൽ പണ്ടു മുതലേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് നിത്യാരാധന ചാപ്പലായിട്ടും പരിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പഴമയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇവിടുത്തെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തി, പ്രത്യേകിച്ച് 8 നോമ്പ് തിരുനാൾ ദർശന തിരുനാളായി കാലങ്ങളായി ആഘോഷിച്ചു വരികയാണ്. ഇവിടെ വന്ന് ഈ ഇടവയിലെ അംഗങ്ങൾ മാത്രമല്ല മറ്റ് പരിസര പ്രദേശങ്ങളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസികൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ജപമാല ചൊല്ലി ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചക്കഞ്ഞി നൽകുകയും ചെയ്യുന്ന പതിവ് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അങ്ങനെ ഏറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പഴയ തലമുറയ്ക്ക് ഈ പുതിയ തലമുറയ്ക്കുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് 8 നോമ്പ് തിരുനാൾ ഇപ്പോഴും അത് എല്ലാവരുടെയും ഈ ഇടവകയുടെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ വലിയൊരു ആഘോഷമായി കൊണ്ടാടുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ അമ്മ മാതാവിൻ്റെ ദർശന തിരുനാളിനോട് ചേർന്ന് 8 നോമ്പ്
തിരുനാളിനോട് ചേർന്ന് പരമ്പരാഗതമായി ദർശന സമൂഹത്തിൻ്റെ നേതൃത്വം നടത്തി വരുന്ന വേസ്പേഴ്സും മറ്റുമൊക്കെ വളരെ പ്രത്യേകതയുള്ള ശുശ്രൂഷകളാണ്. ഒത്തിരി ആളുകൾ അതിൽ പങ്കെടുക്കുന്നതിനും ആത്മീയ അനുഭവം സ്വീകരിക്കുന്നതിനും എത്തിച്ചേരാറുണ്ട്. ധാരാളം പേർ പരിശുദ്ധ അമ്മയുടെ ഈ സവിധത്തിൽ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും തപസ്സിരിക്കുകയും ഇന്നും ആ ഒരു പാരമ്പര്യത്തിൽ ധാരാളം സ്ത്രീകൾ ഓരോ ദിവസവും ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ഉച്ചക്കഞ്ഞി പള്ളിയിൽ ക്രമീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ഈ ദേവാലയത്തോടുള്ള ഒരു വണക്കം, ഭക്തി, അത് അവരുടെ വീട് പോലെ അല്ലെ വീടിനേക്കാളും വലിയ ഒരു പ്രാധാന്യമാണ് അത് നൽകുന്നത്. ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ മാത്രമല്ല, അക്രൈസ്തവരും ധാരാളം പേര് എത്തിച്ചേരുന്ന ദേവാലയമാണിത്.